ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസന്തോത്സവം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വസന്തോത്സവം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ടൂറിസം വകുപ്പാണ്. ടൂറിസം വകുപ്പിൻ്റെ 2025 വസന്തോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജാനുവരി 2 വരെ ആണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അത് 4 വരെ നീട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൗഡില്ലേ, ഈ ക്രൗഡെല്ലാം വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടെ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ തന്നെ ഈ ഒരു ലൈറ്റിംഗ് ആണ്. ഭയങ്കര രസമുള്ള ലൈറ്റിംഗ് ഉണ്ട്. ലൈറ്റ് കാണാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഇതുണ്ട് കേട്ടോ. പൊതുവേ ലൈറ്റ് കാണാൻ പോവുക എന്ന് പറയും. നമ്മൾ ന്യൂ ഇയർ, ദീപാവലി, കാർത്തിക ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടൈമുകളിൽ നമുക്ക് പ്രത്യേക ലൈറ്റിംഗ് ഉണ്ടാകും. ഈ നാട് മൊത്തം ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു ഡ്രാഗൺ ഉണ്ടായിരുന്നു അവിടെ. ആ ഡ്രാഗനെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് എത്തിയിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി സമയമാണ് കേട്ടോ. അപ്പോൾ 6 മണി 6:15 ലൈറ്റ് ഓൺ ആക്കുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റിന് പെർ ഹെഡിന് 50 രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടോ, ഇതിനകത്തൊരു സ്നോ ഇഗ്ലൂ ഹൗസാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ഇഗ്ലൂ ഹൗസിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ക്രൗഡാണ് അതിൻ്റെ ഉള്ളിൽ. തിക്കും തിരക്കും കാരണം നമ്മൾ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് കയറി നോക്കിയതാണ്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പഞ്ഞി കെട്ടിക്കൂടെ അങ്ങനെ നടന്നു പോയിട്ട് ഒരു AC വെച്ചിട്ട് തണുപ്പ് പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ ഇത് കുറേ ഇങ്ങനെ ഒരേപോലത്തെ കുറേ എന്താ പറയുക ചെടികളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഈ ഒരു 50 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളത്. കാരണം ഇത് വേർത്താണോ എന്ന് നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കയ്യിൽ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല രസമുള്ള പൂക്കൾ, ചെടികൾ, കളറുകൾ, അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, വർണ്ണാഭകരമായിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ പോയിക്കോളുക. കാരണം നല്ല രസമുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രിയുള്ള ഒരു മൂഡ് നല്ല രസമുണ്ട് കേട്ടോ. ഡേ ടൈമിൽ പോകുമ്പോൾ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല. നല്ല ചൂടായിരിക്കും ഡേ ടൈമിൽ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഈ പോയ സമയം നല്ല തിരക്കാണ്. ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസമാണ് പോയിട്ടുള്ളത്. അതായത് ഇന്നലെ 25 ഞങ്ങൾ പോയിട്ടുള്ളത്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയിട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കേട്ടോ. പിന്നെ ജെർബറയുടെ ഒരു വെറൈറ്റി കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, ക്രൂസ് ചെയ്തിട്ടൊക്കെ ഉള്ളത് കേട്ടോ. 2 കളറുകളൊക്കെ ഇതായിട്ട് ബ്ലെൻഡായിട്ടൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ലീഫ് ചെടിയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. എനിക്ക് കുറേ എണ്ണത്തിൻ്റെ ഒന്നും പേരറിയില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഇഷ്ടമാണുള്ളത്, എന്തൊക്കെയാണ് മനസ്സിലായത്, നിങ്ങളൊരു ചെടീനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അതിൽ കമൻറ്റ് ഇടണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടൂറിസം വകുപ്പിൽ നിന്ന് നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പമേള അത് വസന്തോത്സവമാണല്ലോ, അപ്പോൾ പിന്നെ അതല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ദീപാലങ്കാരവും പുഷ്പാലങ്കാര മത്സരങ്ങളുമാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻസ് ഉള്ളത്. ഇപ്പോൾ പൂച്ചെടികളിലും ബോൺസായികൾ, ഓർക്കിഡുകൾ, കാക്ടസുകൾ അങ്ങനെ തുടങ്ങി 70 തരത്തിലുള്ള 70-ലധികം ഇനങ്ങളുടെ മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ നഴ്സറികളുടെ സ്റ്റാളുകളും അപൂർവ ഇനം പൂക്കളുടെ ശേഖരണങ്ങളും ഉണ്ട്. പിന്നെ ചെടികളെല്ലാം വിൽക്കപ്പെടുന്നുമുണ്ട് കേട്ടോ. ഈ ചെണ്ടുമല്ലിയൊക്കെ നോക്കി എന്ത് രസമാണല്ലേ. പിന്നെ ഇത് ഞങ്ങൾ ജമന്തി എന്നാണ് പറയുക, നിങ്ങളും അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് കോഴിപ്പൂ എന്നാണ് നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെയൊക്കെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട്. പിന്നെ ഞങ്ങളിത് 3 ഐസ്ക്രീം വാങ്ങി എല്ലാവരും കൂടെ ഷെയർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ടോട്ടൽ 7 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കറൻ്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഔഷധിയുടെ ഒരു ഇതാണ് കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒരുപാട് വെറൈറ്റി ഔഷധി പ്ലാന്റ്സ് ഉണ്ട്, ഔഷധ പ്ലാന്റുകളുണ്ട് കേട്ടോ. അപ്പോൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്. അത് തുളസിക്കതിരൊക്കെ കണ്ടോ, തുളസി തറ കണ്ടോ, വിളക്കൊക്കെ വെച്ച് നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാവിൻ്റെ സങ്കല്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ കാവുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരിക്കും അങ്ങനെ ഒരു സങ്കല്പത്തിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡൊമ്മോ കാണിച്ചിട്ടുണ്ടാവുക.
പിന്നെ ഇത് കുറേ ജമന്തികളുണ്ട് കേട്ടോ. ഈ ജമന്തി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ പിടിക്കില്ല എന്നേ, അതുകൊണ്ട് ഞങ്ങളിത് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ കുറേ പൂരത്തിനൊക്കെ വൈരങ്കോട്ടൊക്കെ പൂരത്തിനൊക്കെ പോയിട്ട് പണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ നഴ്സറികളിൽ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പൂക്കളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സ്വന്തം മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വളരും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വാങ്ങിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. നല്ല തിരക്കുണ്ടായിരുന്നത് കാരണം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഫോട്ടോകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഒരുപാട് ഫാമിലികളായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളയാൻ കുറച്ച് സമയം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് എൻജോയ്കരമാക്കിയിരിക്കാം. ഇതൊരു ഫോട്ടോ പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് മക്കൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ. എന്താ നമ്മുടെ പൂക്കി കിഡ്സൊക്കെ അവിടെ ഫോട്ടോ, നമ്മുടെ കുഞ്ഞാറ്റ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ ഒരു പൂക്കിയാണല്ലോ. അപ്പോൾ അതിന് ശേഷം ആ ആന ചെവി പോലത്തെ ആ ഇല ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അവിടെ ഒരു പ്രത്യേക ചെടി ഉണ്ടായിരുന്നു. ആ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 700 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന അത് അവരവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ലില്ലിയാണ് കേട്ടോ. ലില്ലീൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ല രസമുണ്ടല്ലേ. ഇത് ഞാൻ വയനാട് ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ മുറ്റത്ത് മൊത്തം പൂത്ത് നിൽക്കുന്ന ട്യൂബ് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടാവില്ലേ. ഇതാ ഇവിടുത്തെ ഒരു ബോൺസായി കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് ബോൺസായി ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നമുക്ക് പലതും കാണുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നി. പിന്നെ അതേ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഇവർ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി എന്ത് രസമാണ്. ഇങ്ങനെ വീട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല രസം ഉണ്ടാവും അല്ലേ. നമുക്ക് സൺഫ്ലവറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓർക്കിഡിൻ്റെ പല വെറൈറ്റികൾ, പൂക്കൾ, ടോർച്ച് ജിഞ്ചർ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും വെറൈറ്റികളുണ്ട് കേട്ടോ. ഹെലികോർണിയ കണ്ടോ, എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം മാനിക്കുന്നുണ്ട്. കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻസ് എല്ലാം കണ്ടതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടേ. കൊട്ടാരത്തിൻ്റെ അകത്ത് അത്രമാത്രം ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൂക്കൾ സ്നേഹിക്കുന്ന ആൾക്കാർ തിങ്ങി വിങ്ങി അതിൻ്റെ ഉള്ളിൽ നിൽക്കാറുണ്ട്. നിങ്ങൾ തിരക്ക് കണ്ടില്ലേ നമ്മളെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉള്ള. പക്ഷേ അതിനകത്തൊരു ഫാന് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. ചൂടെടുത്ത് വെപ്രാളം കാരണം പെട്ടെന്ന് ഇറങ്ങി പോകണം എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കുറേ ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആന്തോറിയം ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് പൊതുവേ തോന്നിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പേ ഒക്കെ കുറേ ഫ്ലവർ ഷോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സുഖം കിട്ടിയില്ല, അത്രമാത്രം ഉണ്ടായിരുന്നില്ല. കനകക്കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് കാറ്റക്സിൻ്റെ ഒരു കളക്ഷനായിരുന്നു കേട്ടോ. കാറ്റക്സിൻ്റെ കളക്ഷൻ കാറ്റക്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് കയറി വരുന്നത് നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ടാണ് കേട്ടോ. സിംഗപ്പൂർ എയർപോർട്ടിൽ ലിവിങ് ഓർഗാനിസത്തിന്, അതായത് ലിവിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ കാറ്റസിന് അവിടെ ഭയങ്കര ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ ഫുഡിൻ്റെ ഇങ്ങനെ കുറേ ഉണ്ട്, അതായത് ഫുഡിൻ്റെ സ്റ്റോൾസ് കുറേ ഉണ്ട്. പായസം, ബജികൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മാമിന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ചാറുകൾ, പല വെറൈറ്റി അച്ചാറുകൾ അവിടെ വിൽക്കുന്നുണ്ട്. അവരിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണിൽ, ചെറിയ സ്പൂണിൽ, മറ്റേ ഐസ്ക്രീം സ്പൂണില്ലേ, അതിലിങ്ങനെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ആരും അധികം വാങ്ങണമൊന്നുമില്ല. അതായത് കഴിച്ചു നോക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ അധികം ആരും വാങ്ങുന്നില്ല. നമ്മുടെ കുഞ്ഞാറ്റ ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് കുഞ്ഞാറ്റയ്ക്ക് ചീത്ത കിട്ടും. അത്രയും ആൾക്കാർ തിരക്കുള്ള സ്ഥലത്ത്, തുറന്നു വെച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് എന്തിനു ടേസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അത് നമ്മുടെ കോഴിക്കോട് നിന്ന് കുറേ മിഠായികൾ വന്നിട്ടുണ്ടായിരുന്നു, ഹലുവ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. പിന്നെ പാലക്കാടൻ പനക്കരിപ്പെട്ടി, അത് എല്ലാവരും സൗന്ദര്യ സങ്കല്പത്തിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണുണ്ടായിരുന്നു. പിന്നെ മാങ്ങാക്കാലമായോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. മാങ്ങയുടെ കുറേ ഇതുണ്ടായിരുന്നു. അവിടെ ജ്യൂസൊക്കെ ഉണ്ട്, ഫ്രഷ് മാംഗോ ജ്യൂസ്. അതിനുശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് ഓർണമെൻറ്റ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓർണമെൻറ്റ്സൊക്കെ, ഒരു അമ്മയും മോളും കൂടെ ഉള്ള ഒരു ഷോപ്പുണ്ട്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പേജ് ഞാൻ എന്താണെന്നുള്ളത് ഓർക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പഴയ ഒരു നൊസ്റ്റൂല്ലേ, നമ്മളെ കനലിൽ ചുട്ടെടുത്തിട്ടുള്ള നമ്മളെ കശുവണ്ടി
കശുവണ്ടീൻ്റെ അപ്പോൾ പരിപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മാത്രമല്ല. അപ്പം അത് അപ്പം തന്നെ തീർന്നു. 250 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയത് ചെറിയൊരു പാക്കറ്റ്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഇത് പെറ്റ്സിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണമെന്നായിരുന്നു. അപ്പോൾ അതിന് ഒരു ഹസ്കിനെ കണ്ടപ്പോൾ കുഞ്ഞാറ്റയുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റേ പെറ്റിനോടുള്ള ലവ് അങ്ങോട്ട് പെട്ടെന്ന് കയറി വന്നു. അവൾ അതെല്ലാം കൂടെ അതിനെ ഞെക്കി പൊട്ടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളും ഇങ്ങനെ ബോട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആവുമായിരിക്കും. പിന്നെ അത് മൊത്തത്തിലുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നല്ല തിരക്കാണ്. നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് വിടണില്ല റൂട്ടിൽ കൂടെ, അത്രമാത്രം തിരക്കുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് ഇനി പോകുന്ന ആൾക്കാർ അതനുസരിച്ചുള്ളത് പോവുക. നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റിയുടെ ആ ഭാഗത്തായിരുന്നു കേട്ടോ. അവിടെയാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളിത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ആണ് അവിടെ നിന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള വഴിയും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നല്ല ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ട് നല്ലോണം പോലീസുകാരുണ്ട്. എല്ലാ സഹായങ്ങൾക്കും നമുക്ക് പോലീസുകാരുണ്ട് കേട്ടോ. നമ്മൾ എന്ത് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, വഴി ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കൂടുതലും നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണക്കാട്ടിയും നല്ലത് പോലീസുകാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാറുമാർ കറക്റ്റായിട്ടുള്ള വഴികളും പറഞ്ഞുതരും, എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മളൊരു ഡയറക്ഷനും കാര്യങ്ങളും, അതായത് ബസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. കാരണം ഈ ഭാഗത്ത് കൂടെ ആ സമയത്ത് ബസ് പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ട്. നല്ല രസമുണ്ട്, ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇനിയും പറയണം, 50 രൂപയുടെ ടിക്കറ്റിന് ഇത് വർത്താണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.